വാക്കു പിന്നെയും പറയാതിരുന്നാൽ ശബ്ദങ്ങളെങ്ങനെ ശരമായിടും. വെന്തു പൊന്തുന്ന ചൂടിൻ മരുക്കാട്ടിലും നൊന്തു നീറുന്ന കഥയുള്ളിരുൾ കൂട്ടിലും. വെന്തു പൊന്തുന്ന ചൂടിൻ മരുക്കാട്ടിലും നൊന്തു നീറുന്ന കഥയുള്ളിരുൾ കൂട്ടിലും. നമ്മളൊന്നായിരുന്നാൽ മതി, നമ്മളൊന്നായിരുന്നാൽ മതി. ഈ ചിത്രമിനിയും വരക്കാതിരുന്നാൽ വർണ്ണങ്ങളെങ്ങനെ ചോദ്യമാകും. ഈ വാക്കു പിന്നെയും പറയാതിരുന്നാൽ ശബ്ദങ്ങളെങ്ങനെ ശരമായിടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ST മീഡിയ കുടുംബാംഗങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നൗഷാദ് വട്ടൂരി പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും ചീത്ത പറഞ്ഞു. AP ഉസ്താദിനെ ചീത്ത പറയുകയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞാൽ എനിക്കന്ന് വട്ടാണെന്ന് പറഞ്ഞു. അവസാനം AP ഉസ്താദിനെയും ചീത്ത പറഞ്ഞു. അടുത്തതുകൊണ്ടോ എന്തോ അറിയില്ല, ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും ഷംസുൽ ഉലമയെയും ഒക്കെ ഇപ്പോൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം മുസ്ലിമീങ്ങളുടെ പ്രമാണമായ വിശുദ്ധ ഖുർആനിന് നേരെയുമാണ് ഇപ്പോൾ തിരിഞ്ഞിട്ടുള്ളത്. വഹാബികളും കള്ളത്തുരീക്കത്തുകാരും പൊതുവെ അങ്ങനെയാണ്. അവർക്ക് ഇസ്ലാമിക പ്രമാണങ്ങളോട് പുച്ഛമായിരിക്കും. അതാണ് അവസാനമായി നൗഷാദ് വട്ടൂരിയും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഷംസുൽ ഉലമയുടെ ആദർശം തള്ളിയാളാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിനു മുമ്പ് പേരോട് ഉസ്താദിന്റെ പേരിൽ നൗഷാദ് ഒരു കളവ് പറയുന്നുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ബിദ്അത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ കൂടെ കൂടിയതോ നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും പിന്നിൽ ഒടുവിൽ നിങ്ങളെ പ്രവർത്തകരെ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പല നേതാക്കളുടെയും മനസ്സിന്റെ ഉള്ളിൽ യുക്തിവാദം കടന്നു കയറിയെന്ന് മാത്രമല്ല, ഇവൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സുന്നി പ്രസ്ഥാനത്തിലുള്ള ഒരുപാട് നേതാക്കന്മാര് യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പോയി. അത് ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം മുജാഹിദ് ബാലേട്ടന്റെ സ്വഭാവമാണ്. അനസ് മൗലവി പറയുന്നത് പോലെ സിമന്റ് പ്രൂഫും വേറൊരു പ്രൂഫും ഉണ്ട്. ഏത് പ്രൂഫാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം, എന്നോടങ്ങ് മറന്നുപോയി. മുജാഹിദ് ബാലേട്ടന് മൈക്ക് കിട്ടിയാല് മറ്റു വഹാബി മൗലവിമാരിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു സംഭവമുണ്ട്. എല്ലാ വഹാബികളും ആദർശപരമായിട്ടാണ് മൈക്ക് കിട്ടിയാൽ കളവ് പറയാ. മുജാഹിദ് ബാലുശ്ശേരി വ്യക്തിപരമായിട്ടാണ് കളവ് പറയാ. പറയുന്ന കേട്ടാ തോന്നും പടച്ചോനെ ഈ ചങ്ങാതി പറയുന്നതിലൊന്നും കളവില്ല. ആ തരത്തിലുള്ള ആത്മാർത്ഥതയോടും മുഖഭാവത്തോടൊക്കെയാണ് പറയുക. തെളിവ് ചോദിച്ചാലോ പിന്നെ മുജാഹിദ് ബാലുശ്ശേരി ആ വഴിക്ക് കിട്ടൂല. ഇതുപോലെയാണ് നമ്മളെ നൗഷാദിന്റെ അവസ്ഥയും. സിമന്റ് പ്രൂഫും മറ്റേ പ്രൂഫും ഉണ്ടാവുക. നമ്മൾ മറുപടിയായി വിടുന്ന എല്ലാ വീഡിയോസും കേൾക്കും. നൗഷാദ് കൊട്ടപ്പുറത്ത് വരുന്നുണ്ടല്ലോ. നിരീശ്വരവാദത്തിലേക്ക് പോയ സുന്നി നേതാക്കന്മാര്, സുന്നി പ്രവർത്തകര്, യുക്തിവാദത്തിലേക്ക് പോയ സുന്നി നേതാക്കന്മാര്, സുന്നി പ്രവർത്തകര്, ഇവരെ പേരൊന്ന് വെളിപ്പെടുത്തണം, ഒഴിഞ്ഞു മാറരുത്. ഇന്ന് വരെ നിങ്ങൾ കേട്ടിന് ഒരു സുന്നി സ്റ്റേജിൽ കറാമത്തിനെതിരെ പറയുന്നത്. കറാമത്ത് നിഷേധമൊക്കെ യുക്തിവാദികളിൽ നിന്ന് നിങ്ങൾ പഠിച്ചതാണ്, നിരീശ്വരവാദികളിൽ നിന്ന് പഠിച്ചതാണ്. കൂടെ കൂടി കൂടി സ്വന്തം ആളുകളായി പെങ്ങളെന്നെ അതിനെതിരായി. ഇന്നലെ പറയുന്നുണ്ട് മൂപ്പര് കറാമത്തൊന്നും കേൾക്കാൻ പാടില്ല, ചിലപ്പോൾ ജിന്ന് വന്നതാവും, ജിന്നിലൂടെയാകാം. ജിന്നൊക്കെ നമുക്ക് കൊട്ടപ്പുറത്തടുത്ത് ചൊവ്വാഴ്ച ഒന്ന് പറയാം. അപ്പൊ ഞാനൊരു സാമ്പിൾ തരികയാണ്. ജിന്നിനെ സംബന്ധിച്ച് കൊട്ടപ്പുറത്ത് നിന്ന് പറയാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജിന്നൂരിയായി എന്നൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ മുജാഹിദ് ബാലേട്ടന്റെ പ്രേതം നൗഷാദിലേക്ക് ബാധിച്ചു എന്നാ തോന്നുന്നത്. അത് കൊട്ടപ്പുറത്ത് നിന്ന് നമുക്ക് കേൾക്കാം. പിന്നെ കാര്യമായിട്ട് നൗഷാദ് ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു വീഡിയോ കേൾപ്പിച്ചു തരാം. ആ വീഡിയോ നമുക്കൊന്ന് കേട്ടുവെക്കാം, എന്നിട്ട് ബാക്കി പറയല്ലേ. കേട്ടോളൂ. ഞങ്ങൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞ് രണ്ടാമത്തെ 22 കോപ്പിരാട്ടികൾ കാണിക്കും. ചിലപ്പോൾ അവർക്ക് ചില ജിന്നുകളുമായുള്ള ബന്ധങ്ങളുണ്ടാവും. അതിൻ്റെ പേരിൽ ചില അത്ഭുതങ്ങളും പ്രകടിപ്പിക്കും. ചിലപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇന്നലെ നീ അവിടെ പോയില്ലേ എന്ന് ചോദിക്കും. കേൾക്കുമ്പോൾ ഞങ്ങൾ തോന്നും ഇയാൾ ഭയങ്കര ഔലി തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ജിന്ന് സേവ കൊണ്ട് പലതും പറയാൻ സാധിക്കും. കാരണം ജിന്ന് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സൃഷ്ടിയാണ്. മനുഷ്യരെ പോലെയല്ല. ഓരോ സൃഷ്ടിക്കും അല്ലാഹു തആല പ്രത്യേക കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ കാറിൽ വന്നിറങ്ങുന്ന ഒരു ജീവിയുണ്ട്. അതിൻ്റെ പേര് ബഹുമാനപ്പെട്ട നായ എന്ന്.
അപ്പൊ നായക്ക് വരെ വലിയ കഴിവുണ്ട് എന്ന് വാദിച്ച അയാൾ ഔലിയാക്കളിൽ നിന്ന് ഒരാളിൽ നിന്ന് ഒരു അത്ഭുതം കണ്ടാൽ അത് ജിന്നാന്ന് മനസ്സിലാക്കണം. എത്ര വ്യക്തമായി പേരോട് ഉസ്താദ് പറഞ്ഞ വീഡിയോ ഉസ്താദ് കേൾപ്പിച്ചതിന് ശേഷം കൂടെയുള്ള കുരുവട്ടൂരികളായ മൊയന്തുകളെ ഒന്നുകൂടി മൊയന്താക്കിക്കൊണ്ട് പച്ച നുണ പറയാ. പോലീസ് നായയെ പോലും പേരോട് ഉസ്താദ് ബഹുമാനിച്ചു. ആ പേരോട് ഉസ്താദ് ഔലിയാക്കളുടെ കറാമത്ത് നിഷേധിച്ചു എന്ന പച്ച കള്ളമാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാ പേരോട് ഉസ്താദ് പറഞ്ഞെന്താ നിങ്ങൾ കേട്ടല്ലോ, കോമാട്ടുചാലിൽ അബ്ദുള്ളനെ പോലെ ഒരുപാട് കള്ളന്മാര് വരും, ഷെയ്ഖായി ചമയും, അവര് കുറെ അത്ഭുതങ്ങളൊക്കെ കാണിക്കും. ഔലിയാക്കൾ അത്ഭുതം കാണിക്കുന്ന പറഞ്ഞ് അല്ല, ഈ അത്ഭുതങ്ങൾ കാണുമ്പോൾ കോമാട്ടുചാലിൽ അബ്ദുള്ളയെ പോലെയുള്ളവർ വലിയ ഔലിയാക്കളാണെന്ന് നമുക്ക് തോന്നും. പേരോട് ഉസ്താദ് വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ അവർ ഔലിയാക്കളല്ല. അത്ഭുതങ്ങൾ കാണുമ്പോഴേക്ക് അവർ ഔലിയാക്കളാണെന്ന് തെറ്റിദ്ധരിച്ചു പോകണ്ട. അവർക്ക് ചിലപ്പോ ജിന്നിന്റെ സഹായം ഉണ്ടാകാം. ജിന്നിന് അല്ലാഹു തആല അങ്ങനെ ഒരുപാട് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് ഉപയോഗപ്പെടുത്തിയിട്ട് പല അത്ഭുതങ്ങളും ഈ കള്ളന്മാര് കാണിച്ചെന്ന് വരാം. ആ അത്ഭുതം കണ്ടുകൊണ്ട് അത് കറാമത്താണെന്നോ ആ അത്ഭുതം കാണിച്ചവൻ ഔലിയാണെന്നോ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട എന്നാണ് പേരോട് ഉസ്താദ് വളരെ വ്യക്തമായി പറഞ്ഞത്. എന്നാൽ ഈ അത്ഭുതം കാണിച്ചിട്ട് ഞാനൊരു ഔലിയപ്പാപ്പയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നൗഷാദ് കള്ളം പറഞ്ഞെന്താ, ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങൾ കറാമത്താണെന്ന് പറയാൻ പറ്റൂല എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കറാമത്തിന് നിഷേധിച്ചിട്ടുണ്ടോ? ഈ നുണ കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ വിധിക്കപ്പെട്ട കുറെ കഴുതകളാണല്ലോ മുന്നിലും സ്റ്റേജിലുമുള്ളതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇവന്റെ വാപ്പയും ആ സ്റ്റേജിലുണ്ട്. അയാളെപ്പോലും പറയിപ്പിക്കുന്ന പണിയല്ലേ ഇവൻ ഈ എടുക്കുന്നത്. പച്ചക്കള്ളം തട്ടിവിടുകയാണ് ഈ ഹംക്ക്. ഇവൻ ആ ഹംക്ക് എന്നല്ലാതെ വേറെന്താ വിളിക്കുക? മാത്രല്ല അതിലും ഗൗരവമായ ഒരു സംഭവം നടന്നു കഴിഞ്ഞ ആഴ്ചയിൽ. എന്താ പറഞ്ഞറിയോ? കശ്ഫ് കറാമത്തിന്റെ പിന്നിൽ പോകാൻ പാടില്ല എന്ന് സുന്നി സ്റ്റേജിൽ നിന്ന് വഅദ്. ഇവര് പറഞ്ഞത് എന്താണെന്നറിയോ? അത് പഴക്കാൻ സാധ്യതയുണ്ട്. ആരാ പറയുന്നത്? വഹാബിയല്ല, ജമാഅത്തെ ഇസ്ലാമിയല്ല. ഈ യുക്തിവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും പിന്നിൽ പോയി കറാമത്തുകളൊക്കെ ജിന്നു സേവകളാകാമെന്ന് പ്രസംഗിച്ച് ശംസുലുലമയുടെ അന്നത്തെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അത്? ഒന്ന് കേട്ടോളൂ. ആരാ പറയുന്നേട്ട നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. എല്ലാരും ഞെട്ടാൻ ഒരുങ്ങിന്നോ? ഞൊട്ടിക്കോ കേട്ടോളൂ. കശ്ഫും കറാമത്തും പറഞ്ഞ് അതിനുസരിച്ച് ജീവിക്കലല്ല. മഹാനായ ഇമാം ഇമാദുൽ ഹംബലി റളിയല്ലാഹു തആല തങ്ങൾ സഅത്തുൽ ദഹബിൽ കാണാം, ദൂറു മഅശറ കൈഫ കാൻ ലാ മഅൽ കശ്ഫ്. എല്ലാറ്റിനും അവലംബം കാണേണ്ടത് കശ്ഫല്ല, മറിച്ച് ശറഅ ആയിരിക്കണം. ശറഅ എന്താണോ പറയുന്നത് അത് ജീവിതത്തിൽ പകർത്തുന്നോ അവരെ ഉൾക്കൊള്ളണം, അവരെ പൂർണ്ണമായും അംഗീകരിക്കണം. കശ്ഫിൻ്റെ പിന്നാലെ പോകരുത്. ഫൈനുഹു ഖദ് യഖ്തിഉ. കശ്ഫ് പലപ്പോഴും പിഴക്കാൻ സാധ്യതയുണ്ട്. അതേ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നൗഷാദെ, നിനക്ക് മനസ്സിലാവൂല നൗഷാദെ. കാരണം നീ കള്ളനാണ്. നിന്നെ ചേർക്കേണ്ടത് കുർവാ സംഘത്തിന്റെ തലവനായിട്ടാ. അവര് പോലും ഇത്ര കളവ് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ജാതി വിടലഞ്ഞു വിടുന്നത് ഒന്നുകിൽ നേരാവണ്ണം കിതാബോധി പഠിക്കണം, അല്ലെങ്കിൽ വിവരമില്ല എന്നുള്ള വിവരമെങ്കിലും വേണം. കിതാബോധി പഠിച്ച പണ്ഡിതന്മാര് ഇമാമിങ്ങൾ പറഞ്ഞത് വായിച്ചു തരുമ്പോ അത് കേട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. ഇത് രണ്ടുമില്ല. ഇമാമിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇമാമിങ്ങൾ പറഞ്ഞെന്താന്ന് മനസ്സിലാകത്തിന് അവരാണ് ഉത്തരവാദി. ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് പിഴക്കും എന്ന് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. പിന്നെന്താ പിഴക്കൂന്ന് പറഞ്ഞത്? കശ്ഫ് പിഴക്കാം, അത് ഉറപ്പല്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ പകരമായി വന്ന ഈ മഹാൻ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവരെന്താണോ നമ്മളോട് നിർദ്ദേശിക്കുന്നത്, ആ വലിയ അല്ലെങ്കിൽ ആ ഷെയ്ഖ് എന്താണോ നമ്മളോട് പറയുന്നത്, അവർ പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ വ്യാഖ്യാനം മശായിഖന്മാർ എന്താണോ നമുക്ക് പറഞ്ഞു തന്നത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് മുമ്പുള്ള കിതാബിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യം പോലുമില്ല.
മുൻകാല തഫ്സീറുകളിൽ പറയാത്ത ഒരു വിശദീകരണമാണ് നമ്മുടെ ശൈഖ് അവറുകൾ നമുക്ക് പറഞ്ഞു തന്നത് എങ്കിൽ ശൈഖ് അവറുകൾ പറഞ്ഞു തന്ന വിശദീകരണം സ്വീകരിച്ചേക്കണം. കോമാട്ട് ജാലിൽ അബ്ദുള്ളക്ക് ഇബ്ലീസ് തോന്നിപ്പിച്ചത് അള്ള തോന്നിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തോന്നലുകളാണ് പണ്ഡിതന്മാരുടെ പേരിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകൾ, അത് പിഴച്ചതാണെന്ന് ആർക്കാ അറിഞ്ഞൂടാത്തത്? അതല്ലേ ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞത്. മറ്റൊരു കാര്യം ഖലീൽ തങ്ങൾ പറഞ്ഞെന്താ? നമ്മൾ അവലംബമാക്കേണ്ടത് ശരീഅത്ത് നിയമങ്ങളാണ്. ഇസ്ലാമിക ജീവിതം ചിട്ടപ്പെടുത്താൻ, നോമ്പ് നോക്കാൻ, നിസ്കരിക്കാൻ, മറ്റ് അമലുകൾ ചെയ്യാൻ അവലംബമാക്കേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങളാണ്, അല്ലാതെ കശ്ഫോ കറാമത്തോ അല്ല എന്ന് ഖലീൽ തങ്ങൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? കറാമത്തും കശ്ഫുമാണ് അവലംബമാക്കേണ്ടതെന്ന് ഏത് പ്രമാണത്തിലാണുള്ളത്? നിന്നോട് അത് ചോദിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ തരൂലെന്നറിയാം. പക്ഷെ പൊതുജനങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതി പറയാണ്. ഇവൻ 2-3 ദിവസം മുമ്പ് പറഞ്ഞെന്താ? തങ്ങന്മാര് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണ്, അവരെ കുറിച്ചൊന്നും പറഞ്ഞുകൂടാ, അവരെ പേരിൽ കളവ് പറയാൻ പറ്റൂല, അവരെ നിസ്സാരപ്പെടുത്താൻ പറ്റൂല. പിറ്റേന്ന് തന്നെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ഖലീൽ തങ്ങളെ പേരിൽ കളവ് പറയുന്നു, ഖലീൽ തങ്ങളെ മോശക്കാരനാക്കുന്നു, തരം താഴ്ത്താൻ ശ്രമിക്കുന്നു. ഇവനെപ്പോലെ മുനാഫിഖ് മറ്റാരാണുള്ളത്? ഇനി ശംസുൽ ഉലമയുടെ ആദർശം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തള്ളി എന്നാണ് ഇവൻ പറയുന്നത്. അതൊന്ന് കേട്ടുവെക്കാം. അള്ളാഹ് അവന്റെ ഔലിയാക്കന്മാരെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന ഇൽമ് ഇതെങ്ങനെ പേക്കണമെങ്കിൽ അള്ളാഹ്ക്ക് പേക്കണ്ടേ? അള്ളാഹ് അറിയിച്ചു കൊടുക്കുമ്പോ ഓനെന്താ ബോധമല്ലാതെ അറിയിച്ചു കൊടുക്കരുത്? ഈ വിവരം കെട്ട് നൗഷാദ് പറഞ്ഞിട്ടുങ്ങള് നമ്മുടെ തോന്നലുകൾ പേക്കണമെങ്കിൽ അള്ളാഹ്ക്ക് പേക്കണം, അള്ളാഹ്ക്ക് പേക്കാതെ നമുക്ക് പേക്കൂല. കാരണം അള്ളാഹ് തോന്നിപ്പിച്ചതാണല്ലോ നമുക്ക്. അപ്പൊ അള്ളാഹ് ബോധമില്ലാതെ തോന്നിപ്പിച്ചതാണോ എന്നാണ് ഇവൻ ചോദിക്കുന്നത്. അള്ളാഹിനെ പോലും നിന്ദിക്കുകയാണ്, അള്ളാഹുവിന്റെ കഴിവിനെ പോലും ചോദ്യം ചെയ്യുകയാണ്. ഇവരെ എഴുതി കണ്ടില്ല, വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നത് ആളുകളോട് പറയാൻ പാടില്ല. ഇത് പഠിപ്പിക്കാനായിട്ട് ഒരു പണ്ഡിത സമ്മേളനം തന്നെ ഇവർ നടത്തി. ലോക ചരിത്രത്തിലുണ്ടതൊക്കെ. ഇവര് പറയാ വിശ്വാസികളുടെ ബുദ്ധിക്ക് യോജിക്കാത്ത പറയാൻ പാടില്ല. യുക്തിവാദികളും വഹാബികളും ട്രോളാൻ സാധ്യതയുള്ളത് തീരെ പറയാൻ പാടില്ല. ബലന യുക്തിവാദി. അപ്പൊ വഹാബികൾക്ക് വേണ്ടി, യുക്തിവാദികൾക്ക് വേണ്ടി കറാമത്ത് നിഷേധിച്ച് ആരാ പറയുന്നത്? സുബ്ഹാന ജല്ല ജലാലുഹു, വലിയ വലിയ മുശാവറാംഗങ്ങൾ. കയ്യും മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ബഹുമാനപ്പെട്ടവര് മരിച്ചപ്പോൾ മഹാനാവുന്ന തിർപ്പജി ഉസ്താദ് ഒരു വർത്താനം പറഞ്ഞു. അത് അവര് ഞാനിപ്പോൾ അത് ഇവിടെ പറയണില്ല. അപ്പോൾ എനിക്കും തന്നെ അത് സംശയം. ഞാൻ വളമസാരോടൊക്കെ പറഞ്ഞിട്ടത്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ നന്ദിന്ന് പോകുമ്പോൾ എൻ്റെ വണ്ടിയിൽ അബൂ സഊദ് തഫ്സീർ ഒന്നുണ്ട്. എനിക്ക് തോന്നി ആ തഫ്സീർ ഒന്ന് തുറന്ന് ചില സ്ഥലം നോക്കണം. ഞാൻ മറച്ച സ്ഥലത്തേക്ക് ഞാൻ നോക്കുമ്പോൾ തിർപ്പജി ഉസ്താദ് പറഞ്ഞ ആ സംഭവം, ഷെയ്ഖുനാനെ പറ്റി പറഞ്ഞ സംഭവം, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പെട്ട വലിയൊരു മഹാനിക്ക് ആ ഒരു സംഭവം മരണശേഷം ഉണ്ടായിട്ടുണ്ട്. അത് അതിൽ രേഖപ്പെടുത്തപ്പെടുത്തിട്ടുണ്ട്. ഞാൻ ആ സംഭവം പറയില്ല. സംഭവം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയൂല. അത് ഉൾക്കൊള്ളാൻ കഴിയൂല എന്നല്ല, ഇവിടെ പല കള്ളന്മാരും മറ്റേ ഫേസ്ബുക്കിലും മറ്റിലൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ പരിഹസിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ആ സംഭവം പറഞ്ഞില്ല. ഞാനത് പലരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് ഞാനിങ്ങനെ ആലോചിച്ചെങ്ങനെ ഇപ്പൊ തിരുപ്പതി ഉസ്താദ് ഇങ്ങനെ പറയാം ഷെയ്ഖുനാനെ പറ്റി അതൊക്കെ. അപ്പൊ എനിക്ക് അന്ന് അത്രമാത്രം അത് മനസ്സിലാക്കാൻ മാത്രം ഞാൻ ഇല്ലായിരുന്നു. അതായിരിക്കും. പിന്നീട് ഞാൻ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം തിരുപ്പതി ഉസ്താദ് അത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്ദിന്ന് പോവാണ്. അപ്പൊ എൻ്റെ വണ്ടിയിൽ തഫ്സീർ അബൂ സഊദ്, അതിന് ഞാൻ വെറുതെ മറച്ചതാണ്. ഞാനിങ്ങനെ വണ്ടി പോകുമ്പോൾ കിതാബ് നോക്കണ പതിവൊന്നും എനിക്കില്ല. എനിക്ക് തോന്നി അബൂ സഊദ് ഞാൻ ഒന്ന് മറച്ചു നോക്കി. മറിച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ട സ്ഥലത്തേക്ക് കാണുന്നത് അറിയോ, ഈ പറഞ്ഞത് പോലത്തൊരു സംഭവം മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാൾക്ക് മരണശേഷം ഉണ്ടായത് അവരോട് ബന്ധപ്പെട്ട ആളുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഉദ്ധരിച്ചതായ ചില ഉദ്ധരണികളാണ് കാണാൻ കഴിഞ്ഞത്. എവിടേക്കാണ് ഈ പോക്ക്? അസില് പരിശോധിക്കണം. അസിലാണ് സംഘടനന്റെ അസില്. ആ അസില് നഷ്ടപ്പെട്ടത് ശംസുൽ ഉലമയോട് എതിര് ചെയ്തത് കൊണ്ടാണ്. ശംസുൽ ഉലമ എടുത്ത നിലപാടായിരുന്നു ശരി, അത് മാത്രമായിരുന്നു ശരിയെന്ന് ലോകം കാണില്ലേ? ഇവൻ പറഞ്ഞത് കേട്ടല്ലോ സഹോദരങ്ങളെ. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കറാമത്തുകൾ പറയാൻ പാടില്ല
വഹാബികൾ ട്രോളുന്ന, യുക്തിവാദികൾ ട്രോളുന്ന തരത്തിലുള്ള കറാമത്തുകൾ വെറുതെ പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അത് ശംസുൽ ഉലമയുടെ ആദർശമല്ല, ശംസുൽ ഉലമയുടെ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരാണ് എന്നാണ് നൗഷാദ് പറയുന്നത്. എന്താണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്? ശംസുൽ ഉലമയുടെ ഒരു കറാമത്ത് പറഞ്ഞിട്ട് പറയാണ്, ഞാൻ ആ കറാമത്ത് ഇവിടെ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. മാത്രല്ല യൂട്യൂബും ഫേസ്ബുക്കും യുക്തിവാദികളും വഹാബികളും ഉള്ളത് കൊണ്ട് തന്നെ ട്രോളാൻ സാധ്യതയുണ്ട്, ശംസുൽ ഉലമയെ ഇകഴ്ത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാനിവിടെ പറയുന്നില്ല. പറയാതിരിക്കലാണ് ഉത്തമമെന്ന് തോന്നിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളത് പറയാതെ പോയത്. ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങള് ശംസുൽ ഉലമയുടെ ആദർശത്തിന് എതിരാണ്, ശംസുൽ ഉലമയുടെ ആദർശം തള്ളിയ ആളാണെന്നാണ് നൗഷാദ് കുരുവട്ടൂരി പറയുന്നത്. 2 ദിവസം മുമ്പ് പ്രസംഗിച്ചത് തങ്ങന്മാരെ ചീത്ത പറയാൻ പറ്റൂല, തങ്ങന്മാരെ അവഹേളിക്കാൻ പറ്റൂല, അവര് റസൂലുള്ളാന്റെ പേരക്കുട്ടികളാണ് എന്ന് പറഞ്ഞ അതേ നൗഷാദാണ് ജന്മനാട്ടിലെത്തിയപ്പോ തുറന്നു പറഞ്ഞത് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഖലീൽ ബുഖാരി തങ്ങളും മോശക്കാരാണ്, അവർ ശംസുൽ ഉലമയെ അംഗീകരിക്കാത്തവരാണെന്ന് പറഞ്ഞ് തരം താഴ്ത്തിയത്. ഇനി നമുക്ക് ഇവൻ ഖുർആനിൽ ബുദ്ധിക്ക് യോജിക്കാത്തതൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അതിനു മുമ്പ് നൗഷാദിന്റെ അതേ വാദം ഒരു വഹാബി പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ദൈവികമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ്. അനുകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തയെ കൊന്നുകളയുക എന്നതാണ്. ഖുർആനിൽ പലതും ബുദ്ധിക്ക് യോജിക്കാത്തതുണ്ടെന്നാണ് വഹാബി പറയുന്നത്. ഇനി നൗഷാദ് പറയുന്നത് കേൾക്കാം. അപ്പൊ പിന്നെ നമ്മള് ഒരു പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഒട്ടകം പുറപ്പെടുവിക്കുന്ന സംഭവം എങ്ങനെ പറയാൻ പറ്റുമോ? അസ്ഹാബുൽ കഹ്ഫ് പറഞ്ഞ ഔലിയാക്കന്മാര് 300 കൊല്ലം ഉറങ്ങിയ കാര്യം സൂറത്തുൽ കഹ്ഫിലുണ്ട്. അത് ഇവർക്ക് പറയാൻ പറ്റുമോ? എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുക? ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4 പക്ഷികൾ അറുത്ത് അതിന്റെ മാംസങ്ങൾ മിക്സാക്കി ഒരു മലയിലിരുന്ന് ആ 4 പക്ഷികളെയും വിളിച്ചപ്പോ മാംസങ്ങൾ പരസ്പരം കൂടി വന്നു എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇവലെങ്ങനെ ഖുർആൻ ഓതല്? സുലൈമാൻ നബിനോട് ഉറുമ്പ് സംസാരിച്ചു, നിങ്ങൾ ബുദ്ധി കൊണ്ടൊന്ന് അളന്നു നോക്കി. ഖുർആൻ ഓതാൻ പറ്റുമോ? ഒരു ഉലമാ സമ്മേളനത്തിന്റെ മാറ്റർ അത്. യൂനുസ് നബി അലൈഹി സ്വലാമിനെ മത്സ്യം വിഴുങ്ങി, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തു കൊണ്ടുവന്നു. ഖുർആൻ പറഞ്ഞ ചരിത്ര വലിയ പറയാ, വിശ്വാസികളുടെ ബുദ്ധിക്ക് യോജിക്കാത്ത പറയാൻ പാടില്ല. നൗഷാദ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ജിഫ്രി മുത്തുക്കോയ തങ്ങള്, AP ഉസ്താദ്, പൊന്മൾ ഉസ്താദ്, പേരോട് ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു മഹാന്മാരെ വഹാബികളും യുക്തിവാദികളും അവഹേളിക്കാൻ കാരണമാകുന്ന, അങ്ങനെ അവഹേളിച്ചാൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ പേച്ചു പോകുന്ന, സാധാരണക്കാരായ ആളുകളുടെ ബുദ്ധിക്ക് യോജിക്കാത്ത വഹാബികൾ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ള കറാമത്തുകൾ പറയേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പറഞ്ഞപ്പോ ഇവൻ പറയാണ്, നൗഷാദിന്റെയും കോമാട്ടിന്റെയും സമദിന്റെയും തെറിയൂരി കുഞ്ഞാമിന്റെ ഒക്കെ ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങളാണ് പോലും മറിയം ബീവിയുടെ സംഭവം, ഈസാ നബി അലൈഹി സ്വലാമിന്റെ സംഭവം, സൂറത്തുൽ കഹ്ഫിലെ ഗുഹാവാസികളുടെ സംഭവം, ഒട്ടകത്തിന്റെ സംഭവം, ഇങ്ങനെ തുടങ്ങി ഖുർആനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്തതാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആനിലുള്ളത് വിശ്വസിക്കുക എന്നാണ് ഇവൻ ചോദിക്കുന്നത്. ഖുർആനിൽ ബുദ്ധിക്ക് യോജിക്കാത്തതുണ്ടെന്ന വാദം ആദ്യമായി കൊണ്ടുവന്നത് ഇബ്ലീസാണ്, ശേഷം കൊണ്ടുവന്നത് അവരുടെ അനുയായികളായ വഹാബികളാണ്, അതിനുശേഷം കൊണ്ടുവന്നത് അവരോട് അച്ചാരം വാങ്ങി ജീവിക്കുന്ന കുരുവട്ടൂരി നൗഷാദും കോമാട്ട് ജാലിൽ അബ്ദുള്ളയും അനുയായികളുമാണ്. അല്ലാഹു തആല പറഞ്ഞതും മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചതും മാത്രമാണ് ബുദ്ധിക്ക് യോജിക്കാത്തത്. കോമാട്ട് ജാലിൽ അബ്ദുള്ളന്റെ അടുത്ത് പോയിരിക്കുക, എന്നിട്ട് ഓനോട് ചോദിക്കുക ഓരോ ആയത്തിന്റെ വ്യാഖ്യാനവും. അപ്പൊ ഓൻ പറഞ്ഞു തരും. അത് ബുദ്ധിക്ക് യോജിക്കാത്തൊന്നല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കോമാട്ട് ജാലിൽ അബ്ദുള്ള പറഞ്ഞതിന് എതിരായിട്ടാണ് നിങ്ങൾ കിതാബുകളിൽ കണ്ടെങ്കിലും അത് തള്ളിക്കോളണം. ഞാൻ ഔഷാന്റെ വീഡിയോ കേൾപ്പിച്ച നിങ്ങൾ കേട്ടില്ലേ? അത് തന്നെ. അവരുടെ ചതിവലയിൽ പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. പെട്ടുപോയവർ എത്രയും പെട്ടെന്ന് അവരിൽ നിന്ന് ഒഴിവായാൽ
നിങ്ങളുടെ ആഖിറം രക്ഷപ്പെടുത്താം. തനി യുക്തിവാദത്തിലേക്കാണ് കുരുവട്ടൂരികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.